പത്തനംതിട്ട കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് ആരോപണം അന്വേഷിക്കാൻ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കും. അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് നൽകുമെന്ന് പത്തനംതിട്ട DMO അറിയിച്ചു. കുത്തിവെപ്പെടുത്തപ്പോൾ ശരീരത്തിനുള്ളിൽ സൂചിയുടെ ഭാഗം കുടുങ്ങിയെന്നാണ് രോഗിയുടെ പരാതി. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്നും ചേരുകയാണ്. ഷിജോ, ഒരു വർഷത്തിലധികമായി ശരീരത്തിനുള്ളിൽ ഈ സൂചി കുടുങ്ങിയിട്ട് അതിന്റെ എല്ലാ ബുദ്ധിമുട്ടും ഉണ്ട് അവർക്ക്. അത് പരാതിയായി വന്നതിന് പിന്നാലെയാണോ മെഡിക്കൽ ബോർഡിന്റെ അന്വേഷണം? അതെ അസിത, ഇതൊരു പരാതിയായിട്ട് ഉയർന്നു വരികയും പിന്നീട് മാധ്യമങ്ങളിൽ ഇത് വാർത്തയാവുകയും ചെയ്തതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സംഭവം അന്വേഷിക്കാനായിട്ട് ഇപ്പോൾ DMO തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു മെഡിക്കൽ ബോർഡിനെ നിയോഗിച്ചുകൊണ്ട് ഈ സംഭവം അന്വേഷിക്കും. അതിനുശേഷം അന്വേഷണ റിപ്പോർട്ട് ആരോഗ്യമന്ത്രി K മുരളീധരന് സമർപ്പിക്കും എന്നുള്ള കാര്യമാണ് പത്തനംതിട്ട ജില്ലാ DMO ആയിട്ടുള്ള അനിതാകുമാരി അറിയിച്ചിരിക്കുന്നത്. ഒരു വർഷത്തിലേറെയായിട്ട് ഈ പറയുന്ന കുത്തിവെപ്പ് എടുത്തതിന് പിന്നാലെ ശരീരത്തിൽ കുടുങ്ങിയ സൂചിയുമായിട്ട് ആറന്മുള സ്വദേശിയായിട്ടുള്ള 68 വയസ്സുകാരി കഴിയുകയാണ്. അപ്പോൾ അവരുടെ ഈ പറയുന്ന വത്സലയുടെ ശരീരത്തിൽ കുടുങ്ങിയ സൂചി ഇപ്പോഴും അത് പുറത്തെടുത്തിട്ടില്ല. കാരണം കഴിഞ്ഞ ദിവസം ഈ പറയുന്ന കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ വെച്ച് ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ഭാഗികമായിട്ട് മാത്രമാണ് ഈ സൂചി പുറത്തെടുക്കാൻ കഴിഞ്ഞത്. സൂചിയുടെ ഒരു ഭാഗം ഇപ്പോഴും വത്സലയുടെ ശരീരത്തിലുണ്ട്. ഈ പറയുന്ന കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ വെച്ച് തന്നെയാണ് ശരീരത്തിൽ സൂചി കുടുങ്ങിയത് എന്നുള്ള കാര്യം വത്സലയും വത്സലയുടെ മകൻ ദീപുവും അടക്കമുള്ള ആളുകൾ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആശുപത്രി അധികൃതർ ഈ ഒരു ഘട്ടത്തിൽ ആശുപത്രിയിൽ വെച്ചാണ് ഈ പറയുന്ന സൂചി കുടുങ്ങിയത് എന്നുള്ള കാര്യത്തിനകത്ത് ഒരു തീർപ്പ് പറയുന്നില്ല. കാരണം അതിനകത്ത് കൂടുതൽ വ്യക്തത വരണമെങ്കിൽ വളരെ വിശദമായിട്ടുള്ള അന്വേഷണം വേണം എന്നുള്ള കാര്യമാണ് കോഴഞ്ചേരി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. നിലവിൽ അത് ശസ്ത്രക്രിയയ്ക്ക് അല്ലെങ്കിൽ കുത്തിവയ്പ്പിന് ഉപയോഗിക്കുന്ന സൂചിയാണ് എന്ന് ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തപ്പോൾ മനസ്സിലായി എന്നുള്ള കാര്യങ്ങൾ ആശുപത്രി സൂപ്രണ്ട് പറയുന്നുണ്ട്. പക്ഷേ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നടന്ന കുത്തിവയ്പ്പിലാണോ ഈ സൂചി കുടുങ്ങിയെന്നുള്ള കാര്യം നിലവിൽ പറയാൻ കഴിയില്ല. അതിന് വിശദമായ അന്വേഷണം വേണമെന്നാണ് ആശുപത്രിയുടെ വാദം. അതിനിടയിലാണ് ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചുകൊണ്ട് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി ഒരു സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് ആരോഗ്യമന്ത്രി K മുരളീധരന് സമർപ്പിക്കും എന്നുള്ള കാര്യം പത്തനംതിട്ട ജില്ലാ DMO നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.